പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വചനദീപ്തിയിലേക്ക് എല്ലാ ഗുഡ്നസിൻ്റെ പ്രേക്ഷകരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് നിത്യജീവനെക്കുറിച്ചാണ്. നിത്യജീവൻ എന്ന് പറയുമ്പോൾ അതൊത്തിരി ചിന്തിക്കേണ്ടതും ഒത്തിരി പ്രാർത്ഥിക്കേണ്ടതുമായ വിഷയമാണ്. കാരണം ദൈവം പറയുന്നുണ്ടല്ലോ, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും നിത്യതയിലേക്ക് പ്രവേശിക്കണമെന്ന് ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ്. ഓരോ മനുഷ്യനും ജീവിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. ഇത് വിശേഷിപ്പിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒന്നാണ്. വചനത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നിത്യജീവനെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഏകസത്യമായ ദൈവത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഏകസത്യമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു വേദനയാണ് പിതാവായ ദൈവത്തെ അറിയാതിരിക്കുന്നത്. ദൈവത്തെ അറിയണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു വന്നിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ട് പോയത്, ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഒന്നായിരിക്കണമെന്ന്. യേശു വന്ന് കാണിച്ചിട്ട് പോയത് പിതാവിനെയാണ് മഹത്വപ്പെടുത്തി കാണിച്ചു തന്നത്. യേശുവിനെ പ്രൊജക്റ്റ് ചെയ്തില്ല, പിതാവായ ദൈവത്തെയാണ് കാണിച്ചു തന്നത്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ യേശു എപ്പോഴും നിത്യത പ്രാപിച്ചതിൻ്റെ പരമപ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തിയത് കൊണ്ടാണ്. അവൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറ്റാൻ കടന്നു വന്നതുകൊണ്ടാണ്. അവൻ്റെ ഇഷ്ടമാണ് നിറവേറ്റിയത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ വലതുവശത്ത് ഉപവിഷ്ടനായത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ആരാണെന്നറിയണം. യേശുക്രിസ്തു നിനക്ക് ആരാണ്? യേശുക്രിസ്തുവിനെ നീ സ്നേഹിക്കുന്നുണ്ടോ? യേശുവിനെ അറിയുമ്പോഴാണ് നമുക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. യേശുക്രിസ്തു എനിക്കാരാണ്? പലരും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വിളിക്കുന്ന ഒരാളായിട്ട് മാറിപ്പോകാറുണ്ട്. പക്ഷേ യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ എനിക്ക് അപ്പനാണ്, എൻ്റെ ജ്യേഷ്ഠനാണ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞ് മകനാണ്, മണവാളനാണ്. യേശുക്രിസ്തുവിനെ അറിയുമ്പോഴാണ് നമ്മൾക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 68-ാം വാക്യം: യേശുവിൻ്റെ വചനത്തിൽ നിത്യജീവനുണ്ട്. നിത്യജീവനിലേക്ക് പ്രവേശിക്കണമോ? വചനം ധ്യാനിക്കണം, വചനം വായിക്കണം. വചനത്തിൽ യേശുക്രിസ്തു നൽകുന്ന രക്ഷയുണ്ട്. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ ബൈബിൾ കൊണ്ടുവന്ന് ഭദ്രമായി ഒരു കിറ്റിൽ വെച്ച് പൊതിഞ്ഞ് വെക്കുന്ന സ്വഭാവക്കാരാണ് നമ്മൾ. നിത്യജീവൻ പ്രാപിക്കില്ല. നമുക്ക് രോഗം വരുമ്പോൾ മരുന്ന് മേടിച്ചിട്ട് അത് നമ്മൾ മാറ്റിവെച്ചാൽ, കഴിക്കാതിരുന്നാൽ നമ്മളുടെ രോഗം കുറയുമോ? ഇല്ല. നമുക്ക് സന്തോഷം ഉണ്ടാവുമോ? ഇല്ല. എനർജി ഉണ്ടാവുമോ? ഇല്ല. എന്ന് പറയുന്ന പോലെയാണ് ദൈവവചനം കയ്യിലിരുന്നിട്ട് ആ ദൈവവചനം എടുത്ത് ഉപയോഗിക്കാതിരുന്നാൽ, അത് ധ്യാനിക്കാതിരുന്നാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നിത്യജീവനാണ്.
അതോടൊപ്പം ഈ ഭൂമിയിൽ നമുക്ക് കിട്ടേണ്ട രക്ഷയ്ക്ക് തടസ്സമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ വചനത്തിൽ നിത്യജീവനുണ്ട്. തീരുമാനമെടുക്കണം. എല്ലാ ദിവസവും ഞാൻ ഒരു ഭാഗമെങ്കിലും വായിച്ചിട്ടേ കിടന്നുറങ്ങുകയുള്ളൂ. ഇനി 1 വർഷം കൊണ്ട് വചനം കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതെവിടെയാ? ദേവാലയത്തിൽ പോകുമ്പോൾ 1 വർഷം കൊണ്ട് വചനം വായിച്ചു തീർക്കും. അപ്പോൾ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയാൽ ദൈവവചനം നമുക്ക് കിട്ടും. പക്ഷെ കേൾക്കുകയുള്ളൂ, ധ്യാനിക്കുകയില്ല. ധ്യാനിക്കണമെങ്കിൽ കയ്യിലിരിക്കുന്ന ബൈബിൾ നമ്മൾ തുറന്ന് വായിക്കാൻ തുടങ്ങണം, ധ്യാനിക്കാൻ തുടങ്ങണം. ഇന്ന് ദൈവകൃപയാൽ ഒരുപാട് പേര് ദൈവവചനം രണ്ടാമത് പകർത്തി എഴുതുകയും വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. അത് നിത്യജീവൻ കരസ്ഥമാക്കാൻ എളുപ്പമാർഗമാണ്. ഇതെഴുതുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അറിഞ്ഞുകൊള്ളണം, ഞാൻ നിത്യരക്ഷയിലേക്കാണ് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു മനോഭാവത്തിൽ വേണം ഈ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നമുക്കൊരുമിച്ച് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് പരിശ്രമിക്കാം. 1 യോഹന്നാൻ 5:13 വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. പലർക്കും വിശ്വാസം കെട്ടുപോകുന്നതാണ്, വിശ്വാസമില്ലായ്മയാണ് നിത്യജീവൻ ലഭിക്കാത്തത്. ചിലർ പറയാറുണ്ട്, ഇവിടുത്തെ കൊണ്ടെല്ലാം അവസാനിച്ച്, ഇതുകൊണ്ട് തീർന്നു. ഒരിക്കലുമല്ല, ഇനിയൊരു ജീവിതമുണ്ടെന്ന് യേശുക്രിസ്തു വളരെ മനോഹരമായി കാണിച്ചു തന്നിട്ട് ആണ് പോയിരിക്കുന്നത്. കാണിച്ചു തരിക മാത്രമല്ല, പ്രവർത്തിക്കുകയൂടെ ചെയ്തിട്ടാണ് യേശുക്രിസ്തു പോയിരിക്കുന്നത്. മരിച്ച് 3-ന്റെ അന്ന് ഉയർത്തെഴുന്നേറ്റവൻ നമ്മളെയും അവിടെ ആക്കുവാൻ വേണ്ടി. ആ വിശ്വാസമുണ്ടാകണം. യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും ഈ ഭൂമിയിൽ വന്നത് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നും അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുമെന്നുമുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. ആ വിശ്വാസത്തിലേക്ക് കടന്നു വരണം. ഒരിക്കലും അടിപതറിപ്പോകരുത്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന് വളരെ വ്യക്തമായും മരിച്ച് 4 ദിവസം കല്ലറയിലിരുന്ന് കല്ലറയുടെ മുന്നിൽ നിന്നാണ് അവൻ പറഞ്ഞത്. വിശ്വസിച്ചാൽ മാത്രം മതി നിനക്ക് നിത്യരക്ഷ പ്രാപിക്കാൻ. നമ്മുടെ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചാണ് നമ്മൾക്ക് നിത്യരക്ഷ പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ശക്തമായി വിശ്വസിക്കുക. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. 1 യോഹന്നാൻ 5:11 ഈ നിത്യരക്ഷ കിട്ടുന്നത് യേശുക്രിസ്തു വഴിയാണെന്ന് വ്യക്തമായും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. വേറെ ആര് വഴിയും നിത്യജീവൻ ലഭിക്കുകയില്ല. നിത്യജീവൻ യേശുക്രിസ്തുവിനെ അറിയുന്നവന് മാത്രം, യേശുക്രിസ്തു വഴി മാത്രമേ നിത്യജീവൻ ഉണ്ടാകുകയുള്ളൂ. ബാക്കി എല്ലാവരും നമ്മളെ കാണിച്ചു തരികയാണ്. സ്വർഗത്തിലേക്ക് നടക്കുവാൻ, യേശുക്രിസ്തുവിലേക്ക് നോക്കുവാൻ പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. എന്നാൽ നിത്യരക്ഷ നൽകുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും നിത്യരക്ഷ നൽകുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് യേശുനാമം ഉച്ചരിക്കണം. യേശുനാമം ഉച്ചരിക്കുന്ന ഭവനങ്ങൾ ശക്തി പ്രാപിക്കും. യേശുനാമം ഉച്ചരിക്കുന്ന കുടുംബം, മക്കൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. രക്ഷ യേശുക്രിസ്തുവിലാണ്. അറിയാത്തവരോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാം. അത് സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും യേശുക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്നവരായി മാറണം. കാരണം അവൻ ആരെയും നശിപ്പിക്കുവാനോ ആക്രമിക്കുവാനോ അവൻ ആഗ്രഹിക്കുന്നില്ല. അവൻ എല്ലാവരെയും രക്ഷിക്കുവാനാണ് കടന്നു വന്നത്. അതാണ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത. അവൻ സഹിക്കുകയും ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്തുകൊണ്ട് മനുഷ്യകുലത്തിന് മുഴുവൻ രക്ഷ വാങ്ങി തന്നെങ്കിൽ അവൻ വഴിയല്ലാതെ നിത്യരക്ഷ വേറാരും വഴി ലഭിക്കുകയില്ല.
മത്തായി അറിയിച്ച വിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം, യേശു ക്രിസ്തുവിനെ പ്രതി ത്യാഗം അനുഭവിക്കുന്നവർക്ക് നിത്യരക്ഷ. യേശു ക്രിസ്തുവിനെ പ്രതി ത്യാഗം ഏറ്റെടുക്കണം. നമ്മുടെ വീട്ടിൽ, നമ്മുടെ മക്കളിൽ സഹനമുണ്ടാകും. പക്ഷേ അത് യേശു ക്രിസ്തുവിനെ പ്രതിയല്ല. പലപ്പോഴും അത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്, അവൾ എന്നെ അങ്ങനെ പറഞ്ഞ്, അല്ലെങ്കിൽ അവൻ എന്നെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാണ് നമ്മൾ സഹനത്തെ നേരിടുന്നത്. ഈ സഹനത്തെ യേശു ക്രിസ്തു വഴി, യേശു ക്രിസ്തുവിന് വേണ്ടി സഹനം ഏറ്റെടുക്കണം. കാരണം അവൻ സഹനമേറ്റെടുത്താണ് നമുക്ക് രക്ഷ നൽകിയത്. പലരുടെയും സഹനം നമ്മൾ ഏറ്റെടുത്ത് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോഴാണ് നിത്യരക്ഷ നമുക്ക് ലഭിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, എല്ലാ വിശുദ്ധരെയും എടുത്തു നോക്കിക്കോ. യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് ത്യാഗങ്ങൾ ഏറ്റെടുത്തത്. വറുചട്ടിയിലിട്ട് എണ്ണയിൽ പൊരിച്ചെടുത്ത് അവർ സ്നേഹത്തെ പറഞ്ഞ്, വറുചട്ടിയിൽ കിടന്നുകൊണ്ട് സ്നേഹത്തെ പറഞ്ഞ്, എൻ്റെ ഒരു വശം മുരിഞ്ഞ് ഇനി അടുത്ത വശം തിരിച്ചിടാം. രണ്ടായി കീറി മുറിക്കപ്പെട്ട് ശരീരം രണ്ടായി വാളുകൊണ്ട് മുറിച്ച് ശിരസ് മുറിച്ചെടുത്തു. അങ്ങനെ യേശു ക്രിസ്തുവിന് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുത്തു. 7 മക്കളും തൻ്റെ അമ്മയും ത്യാഗങ്ങൾ ഏറ്റെടുത്തു. ബൈബിളിൽ അവരുടെ പേരുച്ചരിക്കാതെ ഒരു പ്രസംഗവും പൂർത്തിയാക്കാൻ സാധിക്കില്ല. കർത്താവിന് വേണ്ടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിന് വേണ്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ പേര് തങ്കലിപികളിൽ എഴുതി വെക്കും. വിശുദ്ധന്മാരെല്ലാം ഈ രഹസ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് അവനെ പിന്തുടർന്നത്, അവന് വേണ്ടി മരിച്ചത്. എന്തിന് ഏറെ പറയുന്നു, നമ്മുടെ നാട്ടിലെ വിശുദ്ധൻ ദൈവസഹായം പിള്ള ഒരു സായിപ്പിൻ്റെ നിന്നും ക്രിസ്തുവിൻ്റെ ജീവിതം പഠിച്ചതാണ്, ക്രിസ്തുവിന് വേണ്ടി ജീവൻ വെടിഞ്ഞത്. നമ്മളെല്ലാവരും ക്രിസ്തുവിന് സാക്ഷികളായി മാറണം, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായി മാറണം. കാരണം സഹിക്കാവുന്നതേ അവൻ നമുക്ക് നൽകുകയുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 54-ാം വാക്യം, യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കണം, അത് രുചിച്ചറിയണം, എങ്കിലേ നമുക്ക് നിത്യജീവൻ ഉണ്ടാകുകയുള്ളൂ. ഇന്ന് ദൈവത്തെ ഭക്ഷിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ദേവാലയത്തിലേക്ക് അനേകം മക്കൾ ഓടി കടന്നു വന്ന് യേശുവിനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എവിടെ പോയി നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കും? ക്രിസ്തുവിനെ ഭക്ഷിച്ചാൽ. ഞാൻ ആൻഡമാൻ നിക്കോബാറിൽ പോയപ്പോൾ മനുഷ്യനെ ഭക്ഷിക്കുന്നവരെ കണ്ടായിരുന്നു. എന്നാൽ ദൈവത്തെ ഭക്ഷിക്കുന്നവരെ നമുക്ക് കാണണമെങ്കിൽ ദേവാലയത്തിൽ ചെല്ലണം. അവിടെ മുറിയപ്പെടുന്ന യേശു ക്രിസ്തുവിനെ വാങ്ങി ഭക്ഷിച്ച് നിത്യജീവൻ പ്രാപിക്കുന്ന എത്രയോ പേരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീഷ്ണതയോടെ ദേവാലയത്തിലേക്ക് നിൻ്റെ കാൽവയ്പ്പുകൾ തുടരട്ടെ. കാരണം ഈ ഭൂമിയിലെ ജീവിതം അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ. നീർക്കുമിളകളാണ് ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ നിത്യജീവൻ ഒരിക്കലും മരിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾക്ക് പരിശ്രമിക്കാം. പിന്നീട് വചനം പറയുന്നത് ഇങ്ങനെയാണ്. 1 യോഹന്നാൻ
2 അധ്യായം 25 വാക്യം. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നിത്യജീവൻ. മനുഷ്യൻ വാക്ക് പറഞ്ഞാൽ ഒരുപക്ഷെ അതിന് മാറ്റമുണ്ടാകാം. ദൈവം വാക്ക് പറഞ്ഞാൽ ഒരിക്കലും അതിന് മാറ്റമില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനമാണ് നിത്യജീവൻ. ആ നിത്യജീവന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം, നമ്മൾ വാക്ക് കൊടുക്കണം, ഇതനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന്. അപ്പോഴാണ് നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6 അധ്യായം 8 വാക്യം. ആത്മാവിനാൽ വിതയ്ക്കുന്നവന് നിത്യജീവനുണ്ട്. ആത്മാവിനാൽ വിതയ്ക്കുന്നവന് നിത്യജീവനുണ്ട്. എങ്ങനെയാണ് ആത്മാവിനെ വിതയ്ക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, നീ അനുഭവിക്കുന്ന സന്തോഷവും, നീ അനുഭവിക്കുന്ന സ്നേഹവും, നീ അനുഭവിക്കുന്ന പ്രത്യാശയും അനേകം ആത്മാക്കളെ തേടുമ്പോൾ പിടിച്ച് ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് നിത്യജീവൻ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആത്മാക്കളെ നേടിയ ഒരു വിശുദ്ധനുണ്ട്, ഫ്രാൻസിസ് സേവ്യർ. ഫ്രാൻസിസ് സേവ്യർ മുദ്രാവാക്യം ഇതായിരുന്നു: ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ഈ ഭൂമിയിലുള്ള യാതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് ആത്മാക്കളെയാണെന്ന് പറഞ്ഞ വിശുദ്ധൻ. ഏറ്റവും കൂടുതൽ ആത്മാക്കളെ നേടിയെടുത്ത വിശുദ്ധനാണ് ഫ്രാൻസിസ് സേവ്യർ. അതുകൊണ്ട് ഒത്തിരി വരങ്ങളെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ ദൈവം തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചപ്പോഴെല്ലാം ആത്മാവിനെ പിടിക്കുന്നവരാകാൻ വേണ്ടിയാണ് പറഞ്ഞത്. വചനം വ്യക്തമാക്കിയില്ലെന്നേ ഉള്ളൂ, പക്ഷെ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഞാൻ നിങ്ങളെ മനുഷ്യനെ പിടിക്കുന്നവരാക്കാം. അപ്പം മനുഷ്യനെ പിടിക്കാനുള്ള വരത്തിന് വേണ്ടി നമ്മളാരും പ്രാർത്ഥിക്കാറില്ല. കാരണം വ്യക്തി ഉണ്ടെങ്കിലേ ആത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പിതാവായ ദൈവം വ്യക്തിയാണ്, പുത്രൻ വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവും വ്യക്തിയാണ്. അപ്പോൾ ഒരു വ്യക്തി ഉണ്ടായെങ്കിൽ മാത്രമേ ആത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവരാക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈ വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഗണം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഗണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് ആത്മാക്കളെ പിടിക്കണം, മനുഷ്യനെ പിടിക്കുന്നവരായി മാറണം. അപ്പോഴാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. അതുകൊണ്ട് ഒരു മടുപ്പും കൂടാതെ തിടുക്കത്തിൽ, സമയം കഴിഞ്ഞുപോയി, ഇനി ഉള്ള സമയം കൊണ്ട് കൂടുതൽ ആത്മാക്കളെ നേടാൻ തിടുക്കത്തിൽ യാത്ര ചെയ്യാം. അപ്പോഴാണ് നമ്മുടെ പേര് പുസ്തകത്തിൽ എഴുതപ്പെടുന്നത്. നിത്യജീവൻ പ്രാപിക്കാൻ അത്രമാത്രം അനുഗ്രഹപ്രദമായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 14-15 വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ നിത്യജീവൻ നൽകപ്പെടുന്നു. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെയാണ് നിത്യജീവൻ പ്രദാനം ചെയ്തിരിക്കുന്നത്. അപ്പം യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം നമ്മൾ എപ്പോഴും ധ്യാനിക്കണം. നമ്മൾ ധ്യാനിക്കും, കുരിശിൻ്റെ വഴി ധ്യാനിക്കും, ചിന്തിക്കും. അത് 50 ദിവസത്തേക്ക്. എല്ലാ ദിവസവും നീ കുരിശിൻ്റെ വഴി ധ്യാനിക്കണം, കുരിശിനെ ധ്യാനിക്കണം. അവൻ നൽകിയ ആ വഴിയിലൂടെ നമ്മൾ നടക്കണം. എപ്പോഴും അവൻ നമുക്ക് വേണ്ടി ചിന്തിയ രക്തത്തെക്കുറിച്ച് ധ്യാനിക്കുന്നവരായി മാറും. നമുക്ക് പരിശ്രമിക്കാം. മനുഷ്യരല്ലേ, നമുക്ക് പരിശ്രമിക്കാനേ പറ്റൂ. ബാക്കി ദൈവം ചെയ്യണം. അപ്പം ദൈവത്തോട് ചേർന്ന് നിന്ന് ഈ കുരിശിലാണ് രക്ഷ,
കുരിശാണ് രക്ഷ എന്നുള്ള ആ വലിയ ബോധ്യത്തിൽ ആ നിത്യജീവൻ നമുക്ക് അതുവഴി ലഭിക്കുമെന്നുള്ള വലിയ ആ ബോധ്യത്തിൽ നമുക്ക് കർത്താവിനോടൊപ്പം ചേർന്ന് നിത്യജീവന് വേണ്ടി പരിശ്രമിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 6:40 ഇങ്ങനെയാണ് പറയുന്നത്: പിതാവിൻ്റെ ഇഷ്ടമാണ് നിത്യജീവൻ. പിതാവിന് ഇഷ്ടമാണ് നിത്യജീവൻ പ്രാപിക്കണമെന്ന്. അതുകൊണ്ട് പിതാവിൻ്റെ ആ ഇഷ്ടം നിറവേറ്റുന്നവരായി നമുക്കും അവനോടൊപ്പം ഒരിക്കൽ ഒരുമിച്ചിരിക്കാൻ വേണ്ടി പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച്, കർത്താവേ, നിത്യജീവന് തടസ്സമായിരിക്കുന്ന എൻ്റെ ജീവിത രീതികളെ, ചിന്തകളെ, പ്രവൃത്തികളെ കർത്താവെ നിൻ്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. ഒരു പുതിയ അഭിഷേകമായി, ഒരു പുതിയ ഉണർവായി, അനേകം ആത്മാക്കളെ നേടിയെടുക്കുന്നവരായി, അനേകരെ നന്മയിലേക്ക് നയിക്കുന്നവരായി തീരുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുത്തൻ അഭിഷേകം ഈ കാലഘട്ടത്തിൽ യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പുതിയ അഭിഷേകം നൽകി ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.